ഹമാസിന്റെ സായുധ വിഭാഗമായ അൽ ഖസാം ബ്രിഗേഡ്സിന്റെ ഗസയിലെ കമാൻഡറായിരുന്ന ഇസ്സദ്ദീൻ അൽ ഹദ്ദാദ് ഗസ സിറ്റിയിലെ റമാൽ പരിസരത്ത് ഇസ്രായേൽ സൈന്യവും ഷിൻബത്തും ചേർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ച വൈകുന്നേരം നടത്തിയ ആക്രമണത്തിലാണ് കൊല്ലപ്പെട്ടത്. ഒരു അപ്പാർട്ട്മെന്റിൽ ഒളിവിലായിരുന്ന ഹദ്ദാദിനെ ലക്ഷ്യമിട്ട് ഇസ്രായേൽ മിസൈലുകൾ വർഷിക്കുകയായിരുന്നു എന്നാണ് വിവരം. ആക്രമണത്തിൽ ഒരു സിവിലിയൻ വാഹനവും റെസിഡൻഷ്യൽ കെട്ടിടവും പൂർണ്ണമായും തകർന്നു. ഹദ്ദാദിന്റെ ഭാര്യയും മകളും ഉൾപ്പെടെ 7 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് വക്താവ് ഹാസിം ഖാസിം സോഷ്യൽ മീഡിയയിലൂടെയാണ് അദ്ദേഹത്തിന്റെ മരണം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിൽ ഒപ്പുവെച്ച താൽക്കാലിക വെടിനിർത്തൽ കരാറിന്റെ നഗ്നമായ ലംഘനമാണിതെന്നാണ് ഹമാസിന്റെ ആരോപണം. ഇതിന് പിന്നാലെയാണ് സുരക്ഷാ മാനദണ്ഡങ്ങളിൽ അദ്ദേഹം വരുത്തിയ വീഴ്ചയാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന മാധ്യമ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. ഗസയിൽ ഭൂഗർഭ തുരങ്ക ശൃംഖലകളും വികേന്ദ്രീകൃത കമാൻഡ് സംവിധാനവും അടിസ്ഥാനമാക്കിയാണ് ഹമാസ് തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വ്യോമാക്രമണങ്ങളെ പ്രതിരോധിക്കാനും ഇസ്രായേൽ നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും കടുത്ത നിയന്ത്രണങ്ങൾ കമാൻഡർമാർക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. സുരക്ഷാ വൃത്തങ്ങളെ ഉദ്ധരിച്ച് വല്ല എന്ന ഇസ്രായേൽ മാധ്യമമാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഹദ്ദാദ് ആദ്യം വലിയൊരു ഭൂഗർഭ തുരങ്ക ശൃംഖലയ്ക്കുള്ളിലാണ് ഒളിച്ചിരുന്നത്. ഇവിടെ നിന്ന് ഇടയ്ക്കിടയ്ക്ക് താമസം മാറാറുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ നീക്കങ്ങൾ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമേ അറിയുമായിരുന്നുള്ളൂ. സാധാരണയായി തുരങ്കങ്ങൾ വഴിയാണ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇദ്ദേഹം പോയിരുന്നത്. ചില സമയങ്ങളിൽ അദ്ദേഹം തുരങ്കങ്ങളിൽ നിന്ന് പുറത്തിറങ്ങുകയും കെട്ടിടങ്ങളിൽ നിന്ന് പുറത്തേക്ക് നോക്കുകയും ചെയ്തതായി റിപ്പോർട്ടിൽ പറയുന്നു. ആധുനിക സാങ്കേതിക വിദ്യയും AI-യും ഉപയോഗിച്ച് സിഗ്നലുകളും വ്യതിയാനങ്ങളും നിരീക്ഷിക്കുന്ന ഇസ്രായേൽ ഇന്റലിജൻസിന് സുരക്ഷാ ചട്ടങ്ങളിലെ ചെറിയൊരു അശ്രദ്ധ പോലും കൃത്യമായ ലൊക്കേഷൻ വിവരങ്ങൾ നൽകാൻ പ്രാപ്തമാണ്. മുൻപ് ഹമാസ് നേതാക്കളായ യഹ്യ സിൻവാർ, മുഹമ്മദ് സിൻവാർ എന്നിവരെ കണ്ടെത്താനുള്ള നീക്കങ്ങളിലും ഇതേപോലെയുള്ള കർശനമായ സുരക്ഷാ നിരീക്ഷണങ്ങൾ വളരെ നിർണായകമായിരുന്നു.